ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റവയൊക്കെ റോസ്റ്റ് ചെയ്ത് ഇന്ന് വൈകിട്ട് ഒരു ഈവനിങ് ഇതായിട്ട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകാം. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാൻ നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ സവാള, പിന്നെ നമ്മുടെ മല്ലിയില, ക്യാരറ്റ്, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും നമ്മൾ അരിഞ്ഞ് അതിൽ റവയ്ക്കകത്ത് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്ന സംഗതിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കാദ്യം ഇത് ഒന്ന് അരിഞ്ഞെടുക്കണം. സവാളയും ക്യാരറ്റും ഒക്കെ അപ്പോൾ നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇഞ്ചിയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ഇട്ടാൽ മതി. പിന്നെ നമ്മളിവിടെ റവ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റവ നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് സമയമൊക്കെ കിട്ടുമ്പം റവ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വെക്കും. അപ്പം ഇത് നമ്മളൊരു 2 ഗ്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 അല്ല 3 ഗ്ലാസ് ഇട്ടു. അപ്പോൾ ഇനി നമ്മൾ പാൻ വെച്ചു. നമ്മളപ്പോൾ ഇതിന് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ പാൻ വെച്ചു. പിന്നെ ഇതിനകത്ത് നമ്മൾ തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പം തേങ്ങ ചിരകിയത് നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിരകി ഇങ്ങനെ ഫ്രീസറിലാക്കി വെക്കുന്നതാണ്. അപ്പം അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി. അപ്പോൾ സവാള, ക്യാരറ്റ്, അതേപോലെ ഇഞ്ചി നമ്മൾ ചതച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ റവയ്ക്കായതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ ചേർക്കാനായിട്ടുള്ളതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് ആദ്യമായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നെയ്യ് കുറച്ച് ഒഴിച്ചു. ഇപ്പം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഉഴുന്ന് അല്ലെങ്കിൽ കടുക് അല്ലെങ്കിൽ ഉഴുന്ന് നമുക്ക് ഇട്ടിടാം. അപ്പോൾ എനിക്ക് ഉഴുന്നിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഉഴുന്ന് ഇന്ന് ഇട്ടുണ്ടാക്കാനായിട്ട് പോവാണേ. അപ്പോൾ ഉഴുന്ന് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുത്ത് വഴറ്റി എടുക്കാനായിട്ട് പോകാം. അപ്പോൾ നമ്മൾ സവാള ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയില, 2 തണ്ട് മല്ലിയില നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് നമ്മളിവിടെ വെള്ളം തിളപ്പിക്കാൻ ഇങ്ങനെ വെച്ചേക്കുവാണ്. അപ്പം റവയൊക്കെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റിൽ നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ച് നമ്മളൊന്ന് അടച്ചു വെക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളം നമ്മൾ സൈഡിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാളയും ഇവിടെ ഏകദേശം വഴണ്ടൊക്കെ വന്നു. അപ്പം നമ്മളിനിയും ക്യാരറ്റ് ഇട്ട് കൊടുക്കുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ തേങ്ങ ചിരകിയതൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 ഗ്ലാസ് റവ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഉപ്പ് നീരായിട്ടാണ് ചേർക്കുന്നത് ഇതിലേക്ക്. അപ്പോൾ ഇനി നമുക്ക് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിന് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ പരുവം അനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഇളക്കുക, മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇങ്ങനെ ഒരു പരുവം ആകുമ്പോഴത്തേക്ക് നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്ത് അതെല്ലാം കൂടെ ഒരുമിച്ചൊന്നാക്കി സെൻറ്ററിലായിട്ട് നമ്മളൊന്ന് വെച്ച് കൊടുക്കുവാണേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി കൊടുത്ത് നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുവാണ്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കി ഒന്ന് നമ്മൾ കുത്തി പൊടിക്കണം. എന്നുവെച്ചാൽ ഇതിപ്പം മൊത്തത്തിൽ ഒരുമിച്ച് ഇങ്ങനെ സെറ്റായിട്ടിരിക്കുക. അപ്പോൾ അത് ചെറിയ ഇതാക്കി നമുക്ക് കിട്ടാനായിട്ട് നമ്മളിങ്ങനെ തവി ഇട്ടിട്ട് തന്നെ നമ്മളിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുവാണേ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 10-15 മിനിറ്റിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇത് എടുത്തത്.
അപ്പോൾ ദഹി ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കട്ടയായിട്ട് കിടക്കുന്നതൊക്കെ ഒന്ന് നമ്മൾ പൊടിച്ചു കൊടുക്കുവാണ്. സ്പൂൺ ഇട്ടിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതായിരുന്നു ഗൈസ് നമ്മുടെ റവ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ രീതിയിലല്ല നിങ്ങൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. അപ്പം നമുക്ക് വീണ്ടും പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ അതുവരെ ബൈ.